വെൽക്കം ബാക്ക് ടു രുക്മ കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും രുക്മ കിച്ചണിലോട്ട് വീണ്ടും സ്വാഗതം. നാച്ചുറലായിട്ടുള്ളൊരു ഹെന്ന എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നും അതെങ്ങനെയാണ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് നമ്മുടെ ഒരു ഹെയർ നല്ല ബ്ലാക്ക് കളറായിട്ട് വരുന്നത് എങ്ങനെയാണെന്നും ഒക്കെ ഉള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനുമായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോൾ ആദ്യം അതിനായിട്ട് എടുത്തിരിക്കുന്ന ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ്. ഇതൊരു അപ്പച്ചട്ടിയാണ്. ഞാൻ റെഗുലറായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് മാസത്തിൽ 1-2 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഹെന്ന ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന ഒരു ഹെന്ന പൗഡറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം ഞാനത് എനിക്ക് ആവശ്യത്തിനുള്ള ആ ഒരു ക്വാണ്ടിറ്റി എടുക്കുവാണേ. അത് ഈ ഒരു ഇരുമ്പ് ചട്ടിയിലോട്ട് തന്നെ ഞാനത് പൊട്ടിച്ചിടുകയാണ്. ഹെയറിന് കുറച്ച് നീളം കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ ഹെന്ന ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഹെന്ന ആവശ്യത്തിന് എടുത്തു. അതിന് ശേഷം നമുക്ക് വേണ്ടത് കുറച്ച് കട്ടൻ ചായയുടെ വെള്ളമാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് ചായപ്പൊടി തിളപ്പിച്ചതിന് ശേഷം അത് ഇതുപോലെ ഒന്ന് അരിച്ച് ഒഴിക്കുകയാണ്. നമുക്ക് ഈ ഒരു പൊടി കുഴയാൻ ആവശ്യമായിട്ടുള്ള ചായവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാനത് കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ രാത്രിയിലാണ് ഇത് മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇപ്പം നന്നായിട്ട് ഈ ഒരു പരുവത്തിലാണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ലെങ്കിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ ചെറിയ ഇരുമ്പിൻ്റെ ആണി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ആണി, ആ ആണി 2 എണ്ണം ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഇരുമ്പിൻ്റെ ആ ഒരു അംശം ഇതിനകത്ത് കിട്ടിക്കോളും. പിറ്റേ ദിവസം രാവിലെ ഞാൻ കലക്കി വെച്ച ഹെന്ന നോക്കുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. നല്ല കുഴമ്പ് പരുവത്തിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാൻ. ഇനി നമുക്ക് തലയിലോട്ട് അപ്ലൈ ചെയ്യാം. ആദ്യം വേണ്ടത് ഇതുപോലുള്ള കുറച്ച് സാധനങ്ങൾ വേണം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഞാൻ 2 പ്ലാസ്റ്റിക്കിൻ്റെ കയ്യുറകളാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്കത് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ കൂടെ തന്നെ 2 ചീപ്പ് എടുത്തിട്ടുണ്ട്. ഒരു ചീപ്പും ഒരു ബ്രഷുമാണ് എടുത്തിരിക്കുന്നത്. ചീപ്പിൻ്റെ അറ്റത്ത് ഇതുപോലെ കൂർത്ത് നിൽക്കുന്ന ചീപ്പാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് തലയൊന്ന് വകഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് ഹെന്ന അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലൊരു ബ്രഷും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് നമുക്ക് തലയിലോട്ട് ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തലമുടി നന്നായിട്ടൊന്ന് ചീകിയെടുക്കണം. ഞാനിപ്പോൾ ഇത്രയും സാധനമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ചീപ്പ് കൊണ്ട് തന്നെ തല നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് തലമുടി നന്നായിട്ട് ചീകി കൊടുക്കണം. ഒട്ടും ചെടയൊന്നും ഇല്ലാതെയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇത് ചുറ്റി വെക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുവാണേ, മുടിയിൽ ചെടയൊന്നും ഇല്ലാതെ. പിന്നെ ഇത് ഷാമ്പു ചെയ്തിട്ടുള്ള മുടിയിൽ അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുറച്ച് എണ്ണമയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കയ്യിൽ ഇത് ഇട്ട് കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ മുടിയൊക്കെ ഇതുപോലെ ഒന്ന് വെളുത്തൊക്കെ ഇരിപ്പുണ്ട്. കുറച്ച് വൈറ്റ് ഹെയറൊക്കെ വന്നിട്ടുണ്ട്. അങ്ങോട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ വൈറ്റ് ഹെയർ വന്നിട്ടുണ്ട്. ഇപ്പോൾ റൂട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വേണം ആദ്യം അപ്ലൈ ചെയ്യാൻ. ഞാൻ ബ്രഷിലെടുത്തിട്ട് ആദ്യം നടുക്കാണ് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം നടുക്ക് നിന്നാണ് തുടങ്ങുന്നത്. എന്നിട്ട് നമുക്ക് മുടിയിലോട്ട് അപ്ലൈ ചെയ്ത് ഇത് ചുറ്റി വയ്ക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീഡിയോയും ഞാൻ എടുക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് ശരിക്ക് കാണിക്കാൻ പറ്റുന്നില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ ഒരു രീതിയിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ നടുക്കുന്ന് തുടങ്ങാം. ഈ രീതിയിൽ ആദ്യം ബ്രഷ് കൊണ്ട് ആ ഹെന്ന തലയിലോട്ട് തേച്ച് കൊടുക്കുവാണേ. അതിന് ശേഷം നമുക്ക് ആ മുടി ബാക്കിൽ നിന്ന് അതുപോലെ മുടിയെടുത്ത് ആ മുടിയേലും തേച്ച് ഇതുപോലൊന്ന് ചുറ്റി വെച്ച് കൊടുക്കാം. ഞാൻ എൻ്റെ കയ്യിൽ ഒരു ഫോൺ ഇരിക്കുന്നതുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഞാനിത് മുഴുവനും ഒന്ന് അപ്ലൈ ചെയ്തിട്ടായിരിക്കും നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ ഈ മുഴുവനൊന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം. ഈ പാത്രത്തിനകത്ത് എല്ലാം ഞാൻ തലയിൽ ഇതുപോലെ തന്നെ തേച്ചിട്ടുണ്ട്. ഇതുപോലെ മുഴുവനും അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ തലയുടെ പുറകുവശമൊക്കെ ഇതുപോലെ തന്നെ ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. 2 വശത്തു നിന്നും മുടിയെടുത്ത് ചുറ്റിയാണ് അതിലും തേച്ച് ഫുള്ള് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എന്താ പറയുന്നത്, നമ്മുടെ ഈ ഫ്രണ്ടിൽ നിന്നൊക്കെ
ഇതൊലിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെവിയുടെ പുറകിൽ കുറച്ചൊരു കോട്ടൺ പഞ്ഞി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതെടുത്ത് ഇതുപോലൊന്ന് വെക്കാം. അതല്ല ടിഷ്യൂ ഉണ്ടെങ്കിൽ ടിഷ്യൂ എടുത്ത് വെച്ചാലും നന്നായിരിക്കും. ഇപ്പോൾ ചെവിയുടെ പുറകിലായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതുവഴിയുള്ള ഹെന്നയുടെ ഒഴുകി വരുന്നത് തടയാൻ പറ്റും. നല്ലൊരു പ്രൊട്ടക്ഷനാണ്. അത് 2 ചെവിയുടെയും സൈഡിലായിട്ട് ഞാൻ കുറച്ച് കോട്ടൺ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചെവിയുടെ പുറകിൽ കൂടെയും സൈഡിൽ കൂടെയൊക്കെ ഒഴുകുന്നത് ഒഴിവാക്കാം. അതുപോലെ തന്നെ കുറച്ച് വാസലിൻ നമ്മൾ എടുത്തിട്ട്, എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ വാസലിൻ, അപ്പോൾ അത് എടുത്തിട്ട് കുറച്ച് നമ്മുടെ നെറ്റിയുടെ അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം ഇതിൻ്റെ കളർ നെറ്റിയിലോട്ടൊക്കെ ഒന്ന് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായിപ്പോൾ ഞാനിതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതൊരു 2 മണിക്കൂറെങ്കിലും തലയിൽ വെച്ചിരിക്കണം. കുറഞ്ഞത് 1 മണിക്കൂർ വെക്കണം. 2 മണിക്കൂർ വെച്ചാൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണേ. നമുക്ക് നോർമലി വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഫാനിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും വാസലിനൊക്കെ തേച്ചു. തലയുടെ 2 സൈഡിലും കുറച്ച് കോട്ടണൊക്കെ വെച്ച് നിറച്ചും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകുവശം കൊണ്ട് ഞാൻ നോക്കട്ടെ ഒന്ന് കാണിക്കാൻ പറ്റുമോയെന്ന്. ഇത് എല്ലാം ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ തന്നെ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറായി. എൻ്റെ കയ്യിലൊന്നും പറ്റുന്നില്ല, നന്നായിട്ട് ഉണങ്ങി ഇതിങ്ങനെ പൊടിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കഴുകി എടുക്കാം. ഇപ്പോൾ പൈപ്പിൻ്റെ ചുവട്ടിൽ നമുക്ക് ഓരോ ലെയറായിട്ട് അഴിച്ച് ഇതുപോലെ അഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാവേ. അതിൻ്റെ പുറകൊക്കെ നന്നായിട്ട് ഉണങ്ങി ഇരിപ്പുണ്ടെന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. കഴുകാനായിട്ട് പോവുകയാണ്. എല്ലാം നന്നായിട്ട് സെറ്റായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ കഴുകിയതിന് ശേഷം എൻ്റെ മുടി വൈറ്റ് ഹെയർ ആയിരുന്നതൊക്കെ നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. ഹെന്നയുടെ ഒരു നല്ല ചുവപ്പ് കളർ വന്നിട്ടുണ്ട് എല്ലായിടത്തും. അപ്പം നമ്മളൊരു കളറുള്ള തോർത്തൊക്കെ എടുത്ത് തുടച്ചാൽ മതി. കുറച്ച് വൈറ്റ് തോർത്തൊക്കെ ആകുമ്പോൾ അതിലൊക്കെ പറ്റും. നോക്കാം. അപ്പോൾ അവിടെയൊക്കെ നല്ല രീതിയിലുള്ള നല്ലൊരു കളർ വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നമുക്ക് വയ്ക്കുന്ന ഇഷ്ടമില്ലാത്തത് കൊണ്ട് നമുക്കിതിനൊരു ബ്ലാക്ക് ഹെയറായിട്ട് മാറ്റണം. ഇനി അത് ഇപ്പം ഞാൻ എൻ്റെ തലമുടി കാണുന്നത് ആ ഒരു ഹെന്ന ചെയ്തതിന് ശേഷമുള്ള മുടിയാണ്. നല്ല ഒരു ബ്രൗൺ ഷെയ്ഡിലാണത് കാണപ്പെടുന്നത്. ഇനി എനിക്കത് നല്ലൊരു ബ്ലാക്ക് ഹെയറിലോട്ട് മാറ്റാനാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ടിപ്പ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മുടെ ഹെയർ നല്ല ബ്ലാക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ നീല അമരിയാണ് എടുത്തിരിക്കുന്നത്. നീല അമരിയുടെ ഒരു പാക്കറ്റാണ് ഇത്. മാർക്കറ്റിലെല്ലാം അവൈലബിളാണ്. ഞാനിപ്പം ഈ ഒരു ബ്രാൻഡിൻ്റെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഇരുമ്പ് പാത്രത്തിലോട്ട് തന്നെ ഞാനിത് മാറ്റാൻ പോവാണ്. ഞാനിപ്പോൾ 50 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ചേർന്നിട്ടുണ്ടെന്നൊക്കെ അതിനകത്ത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനിതാ ഈ ഒരു പാക്കറ്റ് ഞാൻ പൊട്ടിക്കുകയാണ്. പൊട്ടിക്കുമ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു നല്ല പച്ച കളറിലുള്ളൊരു പൊടിയാണ് കിട്ടുന്നത്. പ്രത്യേക ഒരു മണമൊക്കെ ഉണ്ട്. നല്ലൊരു ഇലപ്പച്ച കളറാണ് ഇതിന് കിട്ടുന്നത്. ഇനി നമുക്കിതും ഇതുപോലെ തന്നെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിക്കകത്തോട്ട് മാറ്റുവാണ്. ഞാൻ ഈ 50 ഗ്രാം മുഴുവനും എടുക്കുവാണ്. ഇനി നമുക്ക് ഇതുപോലെ തേയില വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നമ്മൾ ഹെന്ന ചെയ്ത പോലെ തന്നെ തിളപ്പിച്ചതൊന്ന് ആറിയ ശേഷം നമുക്ക് ഈ ഒരു നീലാംബരിയുടെ കൂട്ടിലോട്ട് തന്നെ അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ചായ നല്ല കടുപ്പത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഈ ഒരു നീലാംബരിയുടെ ഈ കൂട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു കുഴമ്പ് പരുവത്തിൽ തന്നെ ഒന്ന് കിട്ടണം. ഇത് ഞാൻ തലേദിവസം ആണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. ഇതുപോലെ ഒന്ന് കുഴച്ച് എടുക്കുകയാണ്. ബാക്കി ചായ വെള്ളം കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് അടച്ച് വെക്കാം. നമുക്ക് നാളെ രാവിലെയാണിത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ കളറിൻ്റെ ഇതൊക്കെ ഒന്ന് മാറി നല്ല രീതിയിൽ വരും. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇത് രാത്രിയിൽ ഒരു ഓവർനൈറ്റ് വെച്ചതിന് ശേഷമുള്ള പിറ്റേ ദിവസത്തെ നമ്മുടെ നീലാംബരിയുടെ കളർ കണ്ടോ, നല്ല ഡാർക്ക് കളറാണ്. നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു കുഴമ്പ് പരുവത്തിലാണ് ഇത് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പഴയ പോലെ തന്നെ നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്ത പോലെ തന്നെ
നമുക്ക് ഇത് നല്ലൊരു സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടതിന് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ അറിയാം. ഇതുപോലെ വീണ്ടും നമുക്ക് ഇതുപോലെ ബ്രഷും ഒരു ചീപ്പുമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് മറ്റേ ഹെന്ന അപ്ലൈ ചെയ്ത് കൊടുത്ത പോലെ തന്നെ 2 പ്ലാസ്റ്റിക് കയ്യുറയൊക്കെ കയ്യിലിട്ടതിന് ശേഷം ഞാനിത് അപ്ലൈ ചെയ്യാൻ പോവുകയാണേ. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്ക് ആ വാസലിൻ എടുത്ത് നെറ്റിയുടെ ആ ഒരു സൈഡിലൊന്ന് തേച്ച് കൊടുക്കുവാണ്. കാരണം ഇങ്ങോട്ടേക്കൊന്നും അതൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ മുഖത്തൊക്കെ ഇത് പറ്റിക്കഴിഞ്ഞാൽ കുറച്ച് കളറൊക്കെ മാറുമല്ലോ നമ്മുടെ നെറ്റിയുടെയൊക്കെ. അപ്പോൾ അതിനാണ് വാസലിൻ നിങ്ങൾ ഉപയോഗിക്കണം. ഇനി നമുക്ക് വേണ്ടത് ബ്രഷാണ്. ബ്രഷ് വെച്ച് ഞാൻ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണേ. ആദ്യം ഞാൻ സെൻറ്ററിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ടിൽ തന്നെ നീലിയാമ്പരിയുടെ ആ ഒരു കൂട്ട് ഇട്ട് കൊടുക്കുവാണേ. ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യുവാണ്. ഇനി പിന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ ചെയ്ത് കൊടുത്താലും മതി. ആദ്യം നമുക്കിതൊന്ന് ബ്രഷ് കൊണ്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ ആ കളറിനൊരു വ്യത്യാസം വരുന്നുണ്ടേ. ഇനി നമുക്ക് മുടി ബാക്കിൽ നിന്ന് തന്നെ ഞാൻ എടുത്ത് തേക്കുവാണേ. കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുവാണേ. ഇതുപോലെ തന്നെ ചെയ്ത് ബാക്കിൽ ഇതുപോലെ എടുത്ത് നമുക്കിപ്പോൾ ആ ഒരു റെഡ് കളറിലാണ് ഇരിക്കുന്നത്. ഇതുപോലെ എടുത്ത് ഒന്ന് ചുറ്റി വയ്ക്കാം. ഒന്ന് ചുറ്റി ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ നമുക്ക് ഈ ഒരു നീലാമ്പരിയുടെ കൂട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുടിയിലെ എല്ലാം നല്ലൊരു ബ്ലാക്ക് കളറിലോട്ട് മാറും. ഇതുപോലെ വെക്കുകയാണ്. അപ്പോൾ 2 സൈഡിൽ നിന്ന് ഇതുപോലെ ചുറ്റിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ചൊരു ഇതുപോലെ തന്നെ ചെയ്യുവാണേ. അപ്പം തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചുറ്റി വെച്ചത് മുഴുവനും ഒന്ന് അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ കൊടുക്കാം. ഇപ്പം ഞാൻ മുഴുവനും ഇതുപോലെ ചുറ്റി എടുത്ത് തലയോട്ടിയിലും തലമുടിയിലും എല്ലാം ഈ നീലാമ്പരിയുടെ കൂട്ട് തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് നന്നായി കഴുകി ഞാൻ കളഞ്ഞിട്ടുണ്ട്. ആ മുടിയൊക്കെ നല്ല കറുപ്പ് നിറമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എഫക്റ്റീവാണ്. കുറേ നാൾ ഇത് നിൽക്കുകയും ചെയ്യും. നമുക്കിതൊരു നാച്ചുറലായിട്ടുള്ളൊരു ഹെയർ ഡൈ എന്ന് പറയാം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.